ഇനി ഇപ്പോൾ ഈ ഫൈറ്റ് സംഭവിക്കുന്നു. ഈ ഫൈറ്റിനൊടുവിൽ ആണുങ്ങൾ ചിലപ്പോൾ അതിനിടയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകാം. ചിലപ്പോൾ 1, 2, 3, 4 മണിക്കൂർ വെളിയിലായിരിക്കാം, ഫ്രണ്ട്സിനൊപ്പം പോകാം. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ തന്നെ ഈ ഭാര്യയോടുള്ള ദേഷ്യം കൊണ്ടൊരു പാർക്കിൽ പോയിരുന്നേക്കാം, ചിലപ്പോൾ ഒരു ബീച്ചിലേക്ക് പോയേക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ ഭാര്യയെ സംബന്ധിച്ച് ആ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ക്ലോഷർ കിട്ടാതെ എന്തായിരുന്നു തങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്നും അയാൾ തന്നെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നും അയാളോട് പറഞ്ഞ് അതിനൊരവസാനം കാണാതെ ഭാര്യയെ സംബന്ധിച്ച് അവൾക്ക് സമാധാനമായില്ല. അവളെ ഈ എരിഞ്ഞടങ്ങുന്ന മനസ്സുമായിട്ട് ആ അങ്ങേയറ്റത്തെ ഇമോഷണൽ ടർബുലൻസിൽ ആ വീട്ടിൽ വിങ്ങി നീറിയിരിക്കുമായിരിക്കും. ഇയാളിതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പോൾ ഇവൾ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മിണ്ടാതിരിക്കും. ചിലപ്പോൾ കുറേ ദിവസങ്ങളോളം അതങ്ങനെ നീണ്ടുപോകും. ഇപ്പം എത്ര കാലമാണോ ഇതിങ്ങനെ റിപ്പീറ്റായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഒടുവിൽ ഒരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ ഈ ആൾ ഇങ്ങനെയാണെന്നും ഇയാൾ ഒരിക്കലും മാറില്ലെന്നും തൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നും ഒക്കെ അയാൾ വിലപിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഈ സ്ത്രീയോ അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡോ. അങ്ങനെ ക്രമേണ അതൊരു ഇമോഷണൽ നംനെസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഷട്ട് ഡൗണിലേക്ക് എത്താനും ആ വ്യക്തിയോടുള്ള വൈകാരികമായ ബന്ധം ക്രമേണ ഇല്ലാതാകാനും പതിയെ അതൊരു ഇമോഷണൽ സെപ്പറേഷനിലേക്ക്, ഒടുവിൽ അതൊരു ഡിവോഴ്സിലേക്ക് പോലും എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.